നിങ്ങളുടെ ഹീറോ കരയാറുണ്ടോ? കരഞ്ഞുകൊണ്ട് അയാൾ ഡഗ്ഔട്ടിലിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ തൊണ്ടയിൽ ഒരു സങ്കടക്കുടുക്ക പൊട്ടാറുണ്ടോ? അയാളെ ആ കരച്ചിലിൽ ചേർത്ത് നിർത്താറുണ്ടോ? അപ്പോഴും അയാൾ നിങ്ങളുടെ ഹീറോയായി തന്നെ തുടരാറുണ്ടോ? തോൽവിയുടെ ആ നിമിഷത്തെയും നിങ്ങൾ അയാളുടെ ഹീറോയിക് സങ്കല്പങ്ങളുടെ ഇന്നര തലപ്പാവിൽ തുന്നിച്ചേർക്കാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. ജയത്തിനു ശേഷമുള്ള അട്ടഹാസങ്ങളേക്കാൾ, പോഡിയത്തിൽ കയറിയുള്ള ജയഭേരിയേക്കാൾ ഞാൻ എൻ്റെ നായകരോട് ചേർന്ന് നിൽക്കാറുള്ളത് അവരുടെ പരാജയ നിമിഷങ്ങളിലാണ്. അത്തരമൊരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 99-ലെ ഇന്ത്യ-പാകിസ്ഥാൻ ചെന്നൈ ടെസ്റ്റ്. സ്കോർ കാർഡ് നോക്കിയുള്ള അനലിസ്റ്റുകളുടെ കണ്ണിൽ ഫിനിഷിംഗ് ലൈനിൽ പരാജയപ്പെട്ട മറ്റൊരു ടിപ്പിക്കൽ സച്ചിൻ ഇന്നിംഗ്സ്. എം.എ. ചിദംബരം സ്റ്റേഡിയം അന്നുരുകിയത് ഉഷ്ണം കൊണ്ടും ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അവിസ്മരണീയമായ മറ്റൊരു 5-ാം ദിനത്തിന്റെ തീവ്രത കൊണ്ടും മാത്രമായിരുന്നില്ല. ടീം സ്കോറിന്റെ പാതിയിലേറെ സ്കോർ ചെയ്തിട്ടും സ്വന്തം ടീം ഏറ്റവും നേരിയ മാർജിനിൽ പരാജയപ്പെടുന്നത് കണ്ടുകൂടിയായിരുന്നു. 4-ാം ദിനം 271 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യൻ ഇന്നിംഗ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ സ്കോർ ബോർഡ് ഇങ്ങനെ വായിച്ചു: 6 റൺസിന് 2 വിക്കറ്റ്. സിംഗ് ബൗളിംഗിന്റെ ഏറ്റവും ക്ലാസിക്കലായ എക്സിബിഷനുകളിൽ നിന്നിൽ വസീം അക്രം എന്ന മജീഷ്യന്റെ വിരൽ തുമ്പുകൾ സൃഷ്ടിക്കുന്ന വീണങ്ങൾക്കൊത്ത് ആത്തുകൾ പന്ത് വിക്കറ്റിന് ഇരുവശങ്ങളിലേക്കും തെന്നിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് വഖാർ യൂനസ് സ്പേസ് കൊണ്ട് തീതുപ്പുന്നു. ഒരു ഇന്ത്യൻ കൂട്ടക്കുരുതി ഭയന്നാണ് ഞാൻ മത്സരം കാണാൻ തുടങ്ങിയതും. എല്ലാം ടെണ്ടുൽക്കർ എങ്ങനെ ബാറ്റ് ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് മറ്റേവരെയും പോലെ ഞാനും കരുതി. അയാൾ ഒരു 25-കാരനാണെന്നും അയാൾ ആ ടീമിലെ 11-ൽ ഒരാൾ മാത്രമാണെന്നും ഞാൻ മറന്നുപോയിരുന്നു. തൻ്റെ തോളിലേറ്റപ്പെട്ട പ്രതീക്ഷയുടെ മാറാപ്പിനെ കുടഞ്ഞെറിയാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അക്രമിന്റെ വിഷലിപ്തമായ ഒരു ഇൻസ്വിംഗറിനെ അയാൾ സ്ക്വയർ ലെഗിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ചു. ചേസ് അവിടെ ആരംഭിക്കുകയാണെന്ന് കരുതിയ എന്നെ നിരാശനാക്കിക്കൊണ്ട് രാഹുൽ ദ്രാവിഡ് അധികം വൈകാതെ മടങ്ങി. ഇന്ത്യ 50-3. പക്ഷേ ടെണ്ടുൽക്കർ തന്റെ ശൈലി മാറ്റാൻ തയ്യാറായിരുന്നില്ല. സക്ലൈൻ മുഷ്താഖിന്റെ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറിയെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ബൗണ്ടറിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ ഷോട്ടിന്റെ ഓരോ ഫ്രെയിമിലും ഡിസ്ഡെയിൻ എന്ന വാക്ക് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പിച്ചിലെ വിള്ളലുകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച സക്ലൈൻ സച്ചിനെ ഒരു വശത്ത് നിർത്തി. മറുപുറത്ത് ടോപ്പ് സ്പിന്നറുകളുടെയും ഫ്ലൈറ്റഡ് ഡെലിവറികളുടെയും വല നെയ്തുകൊണ്ടേയിരുന്നു. അസറുദ്ദീൻ 7 റൺസിനും സൗരവ് ഗാംഗുലി 2 റൺസിനും ആ വലയിൽ കുരുങ്ങി അവസാനിച്ചു. ഇന്ത്യ 82-5 എന്ന നിലയിൽ പരാജയത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു. സക്ലൈൻ്റെ അപ്രവചനീയമായ ടേണിനെ ടെണ്ടുൽക്കർ അന്ന് നെഗേറ്റ് ചെയ്യുന്ന രീതി ഒരു പാഠപുസ്തകമാണ്. ഓഫ് സ്റ്റംപ് ലൈനിൽ പതിച്ച് സ്പിന്നിങ് ചെയ്ത ഒരു പേസി സക്ലൈൻ ഓഫ് സ്പിന്നിനെ ബാക്ക് ഫൂട്ടിൽ കവർ ബൗണ്ടറിയിലേക്ക് കട്ട് ചെയ്യുന്ന ഒരു ടെണ്ടുൽക്കറെ അന്ന് അവിടെ കാണാം. ഷോട്ടിന് ശേഷം അവിശ്വസനീയതയോടെ ബാറ്ററെ നോക്കുന്ന ബൗളറുടെ മുഖത്തും തലയൊന്നാട്ടി വിഷാദമഗ്നനായി ചിരിക്കുന്ന അക്രമിന്റെ മുഖത്തും ആ ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സച്ചിന് ലഭിക്കുന്ന ആ എക്സ്ട്രാ സെക്കൻഡ് അഡ്വാൻറ്റേജിൻ്റെയും അതിൻ്റെ പിന്നിലെ പ്രതിഭയുടെയും തിരിച്ചറിവുണ്ടായിരുന്നു. മാജിക്കൽ സ്റ്റഫ്. വിള്ളലുകൾ വർദ്ധിച്ച പിച്ചിനെ പരമാവധി ഉപയോഗിക്കാൻ ഷഹീദ് അഫ്രീദി കൂടി എത്തിയതോടെ റൺസുകൾ വറ്റി വരണ്ടു തുടങ്ങി. ലെഗ് സ്റ്റംപ് ലൈനിൽ വരുന്ന പന്തുകളെ ഓഫ് സൈഡ് ബൗണ്ടറികളിലേക്ക് ടെണ്ടുൽക്കർ നിർവീര്യമാക്കാൻ തുടങ്ങിയതോടെ പാകിസ്ഥാൻ ഫീൽഡ് പ്ലേസ്മെന്റ് ചിഹ്ന ഭിന്നമാവാൻ തുടങ്ങുകയായിരുന്നു. ടെണ്ടുൽക്കറുടെ ഡോമിനന്റ് ശൈലി നയൻ മോംഗിയയിലും ആത്മവിശ്വാസം കുത്തിവെക്കാൻ പര്യാപ്തമായിരുന്നു. അധികം വൈകാതെ കൂടുതൽ വിക്കറ്റൊന്നും നഷ്ടം വരാതെ ഇന്ത്യൻ സ്കോർ 150 കടന്നു. സച്ചിനെ വീഴ്ത്തിയാൽ വിജയമെന്നുറപ്പിച്ച പാക് ബൗളിംഗ് നിര ആവനാഴിയിലെ സകല അസ്ത്രങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങി. എറൗണ്ട് ദി വിക്കറ്റ് വന്ന സക്ലൈൻ്റെ ഗൂഗിളിയെ പാഡിൽ സ്വീപ്പിനാൽ ബൗണ്ടറിയിൽ എത്തിച്ചാണ് സച്ചിൻ പ്രതികരിച്ചത്. സച്ചിൻ്റെ മേധാവിത്വം തുടർന്നതോടെ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലായി തുടങ്ങി. അതിനിടയ്ക്ക് സ്റ്റേഡിയം തരിച്ചു നിന്നൊരു നിമിഷം കടന്നുപോയി. സക്ലൈൻ്റെ ഒരു ടോപ്പ് സ്പിന്നിനെ കടന്നാക്രമിക്കാൻ ക്രീസ് വിട്ടിറങ്ങിയ സച്ചിനെ സ്റ്റംപ് ചെയ്യാൻ കിട്ടിയ അവസരം മൊയിൻ ഖാൻ പാഴാക്കി. ഒടുവിലൊരു സിംഗിളോടുകൂടി സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ 18-ാം ശതകം പൂർത്തിയാക്കി. ബൗളിംഗ് ചുമതല ഏറ്റെടുത്ത അക്രമിൻ്റെ ഒരു ഷാർപ്പ് ഔട്ട് സ്വിംഗറിനെ ബാക്ക് ഫൂട്ടിൽ മിഡ് ഓഫിലേക്ക് പഞ്ച് ചെയ്ത് ഫോളോ ത്രൂയുടെ ഒരു എക്സ്റ്റൻഷനായ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ നിൽപ്പുണ്ട്. ഒരു പൾസേറ്റിംഗ് ബിജിഎമ്മിൻ്റെയും ആവശ്യമില്ലാത്ത പ്യുവർ അഡ്രിനാലിൻ റഷ് സൃഷ്ടിക്കുന്ന ഒരു ഗൂസ് മൊമെന്റ്. വഖാർ തൊട്ടടുത്ത ഓവറിൽ അതേ ലൈനിൽ ഒരു ഡിപ്പിൻ സ്വിംഗർ പ്രയോഗിക്കുന്നുണ്ട്. ഒരു ഫുൾ ഫേസ്ഡ് ബാറ്റ് പ്രസന്റേഷനാണ് മറുപടി. സാവേജ് സ്റ്റഫ്. സച്ചിൻ ഒറ്റയ്ക്ക് പാകിസ്ഥാന്റെ ഏറ്റവും മാരകമായ ഒരു ബൗളിംഗ് യൂണിറ്റിനെ തച്ചുടയ്ക്കുകയാണ്. അന്നേരമാണ് അത് സംഭവിക്കുന്നത്. ടെണ്ടുൽക്കർക്ക് പുറം വേദന രൂപപ്പെട്ടു തുടങ്ങി. ഫിസിയോ 1-2 തവണ മൈതാനത്തെത്തി.
ചെന്നൈ ചൂടിൽ അയാൾ വാടിത്തളരാൻ തുടങ്ങുകയായിരുന്നു. തളർന്ന പേശികളെ കൂസാതെ അയാൾ ബൗളിങ്ങിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. എത്രയും പെട്ടെന്ന് മത്സരം അവസാനിപ്പിക്കുക എന്നതായിരിക്കണം അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. 246 കളി ജയിക്കാൻ 25 റൺസ് കൂടി. സക്ലേൻ പുതിയൊരു സ്പെല്ലിനെത്തി. ഒരു ടോസ്ഡ് അപ്പ് ഡെലിവറി. ഡാൻസിംഗ് ഡൗൺ ടെണ്ടുൽക്കറെയാണ് മൈതാനം അപ്പോൾ കാണുന്നത്. ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഫെറോഷ്യസ് സ്ട്രൈറ്റ് ഡ്രൈവ്. അടുത്തതൊരു ഷോർട്ട് പിച്ച് ഡെലിവറി ആയിരുന്നു. ബാക്ക് ഫുട്ട് പുള്ളായിരുന്നു മറുപടി. മിഡ് വിക്കറ്റിലൂടെ വീണ്ടും ബൗണ്ടറി. ഇന്ത്യ വിജയത്തെ മുന്നിൽ കണ്ടു. ടെണ്ടുൽക്കറുടെ മുഖത്തെ അസഹനീയമായ വേദന എനിക്ക് കാണാമായിരുന്നു. ദാ എത്തി, ഒരു 5 ഓവർ കൂടി എന്നു ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. സക്ലേന്റെ ദൂസര പിക്ക് ചെയ്യാൻ കഴിയാതെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത ടെണ്ടുൽക്കറുടെ ലീഡിംഗ് എഡ്ജ് മിഡ് ഓഫിൽ നന്ദിപൂർവ്വം കിട്ടിയ അക്രമിന്റെ കയ്യിൽ അവസാനിച്ചതോടെ ചിദംബരം ശ്മശാനമുഖതയെ പുൽകി. 4 വിക്കറ്റ് അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. 17 റൺസും മതിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇന്ത്യ തോറ്റു കഴിഞ്ഞിരുന്നു. ജാം പാക്ഡായ ആ സ്റ്റേഡിയത്തിനൊപ്പം ടിവിയിൽ കളി കണ്ടുകൊണ്ടിരുന്ന ലക്ഷങ്ങൾക്കൊപ്പം ഇന്ത്യൻ ടീമിനും പാക് ടീമിനുമൊപ്പം ഞാനും മനസ്സിലാക്കി ഇന്ത്യ തോറ്റു കഴിഞ്ഞെന്ന്. ബാക്കിയൊക്കെ വെറും ചടങ്ങ് മാത്രമായിരുന്നു. 258 ഇന്ത്യ ഓൾ ഔട്ടായി. നിർവികാരനായി നിശബ്ദനായി ഞാൻ പാക് ടീമിന്റെ വിക്ടറി ലാപ്പ് കണ്ടിരുന്നു. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പുറം വേദന കാർന്നു തിന്നുമ്പോഴും അവസാന ലാപ്പിൽ തളർന്നു വീണ മനോവേദനയിൽ ആ കുറിയ മനുഷ്യൻ പുളയുന്നുണ്ട്. ഞാൻ അയാളോട് ചേർന്ന് നിന്നു. അയാളാണ് എൻ്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറഞ്ഞു. ഈ തോൽവിയിലും അയാൾക്ക് മഹത്വമേറുന്നുവെന്നത് ആ സങ്കടപ്പെരുമഴയ്ക്കൊരു കുട ചൂടി. 23 വർഷങ്ങൾക്കിപ്പുറവും അയാൾ എന്നെ ആ ചുട്ടുപൊള്ളിക്കുന്ന മദിരാശിച്ചൂടിലും ഏറ്റവും മികച്ച സ്ട്രോക്ക് പ്ലേകളിലൊന്നിൻ്റെ വസന്ത ഋതുവിലെത്തിക്കും. അയാൾക്കൊപ്പം ഓർമ്മകളിൽ ഞാനും അമരനാകും. മറ്റൊരിക്കൽ കൂടി തോറ്റുകൊണ്ട് എൻ്റെ ഹീറോ ജയിക്കും. എൻ്റെ ഹീറോ.